വീട് തറയിട്ട് 8 മാസം കൊണ്ട് കൂടിയിരിക്കുകയാണ്. 8 മാസം കൊണ്ട് കൂടിയിരുന്നു. നല്ല വീട്, ഹായ്, മുമ്പിലൊക്കെ ഇങ്ങനെ. അതും രസകരമായ കാര്യമാണ്. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല. ഒരു വീടിൻ്റെ ഉദ്ഘാടനത്തിന് പോയാൽ അതിൻ്റെ മുമ്പിലുണ്ടാവും ഇതുപോലെ വലിയ ഈത്തപ്പനകൾ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കളിയാക്കുകയല്ല കേട്ടോ, വലിയ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓൾറെഡി വലിയ ലോറിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിയ ഈത്തപ്പനകൾ അങ്ങനെ തന്നെ അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ്. വലിയ മരങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ടാവും. മരങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നല്ല ലൈറ്റുകൾ, നല്ല മതിലുകൾ. അൽഹംദുലില്ലാ, 8 മാസം കഴിഞ്ഞ് വീടുദ്ഘാടനം കഴിഞ്ഞ് പിന്നൊരു 8 മാസം കഴിയുമ്പോൾ സങ്കടം പറയും. എന്ത്? ആ ബാങ്കിലുള്ള ലോണ്, ഈ ബാങ്കിലുള്ള പലിശ, മറ്റവൻ്റെ അടുത്ത് വാങ്ങിയത്, അവിടെ ഇവിടെ ആകെ പ്രശ്നം. സമാധാനം എന്ന് പറഞ്ഞത് എരുത്തു കൂടെ പോയിട്ടുണ്ടാവില്ല. ഹറാമ് കലർന്നതാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി, മനസ്സിനോട് ചോദിച്ചാൽ മതി. ഇത് തടയേണ്ട ബാധ്യത നമുക്കില്ലേ? നമ്മളുടെ ഭർത്താവിനെ, നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെ നിയന്ത്രിക്കേണ്ട ബാധ്യത. ഈ മക്കളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിൽ കുളത്ത് ചാടാൻ പോകുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കേൾക്കാത്ത. ഇത് മാത്രമല്ല ഉപ്പമാരെ, പ്രായമേറിയ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ മക്കൾ ഊർജ്ജസ്വലരായി വിദേശത്തൊക്കെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ടല്ലോ. നമ്മളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് ഏറ്റവും വലിയ പരിശീലനം നൽകുക എന്നുള്ളത്. ഏതില്? ഒരു ഹറാമും അവരിൽ കലരാൻ പാടില്ല. അവ മാതൃകയാരാ? സിദ്ദീഖ് എന്നവർ കച്ചവടക്കാരനായിരുന്നില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, ലോകത്തിന് കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ പിൽക്കാലത്ത് ലോകം വായിച്ചത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഞാനതിൻ്റെ കഥകൾ വല്ലാതെ പറയുന്നില്ല. ഇതുകൊണ്ട് എന്തുണ്ടായി? ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വികാസത്തിന്, അതിൻ്റെ വളർച്ചയ്ക്ക് ഇവരുടെ സമ്പത്തൊക്കെ വല്ലാത്ത രൂപത്തിൽ ഗുണപ്പെട്ടു. അവര് സ്വതക്ക ചെയ്തു, അവര് ദാനധർമ്മങ്ങൾ ചെയ്തു. ഇസ്ലാം അതൊരു സംസ്കാരമാക്കി വളർത്തിയെടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഒരു പുതിയ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളും വരെ എവിടെ കഴിയണം, എങ്ങനെ കഴിയണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഇതിനാദ്യമായിട്ടൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. ഒരു രാജ്യം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇതിനാദ്യമായിട്ടുണ്ടാക്കുന്ന വ്യവസ്ഥ എന്താണ്? റസൂൽ ആ നാട്ടിലുണ്ടായിരുന്ന അൻസ്വാറുകളായ ആളുകളെ വിളിച്ചു. അവരിങ്ങനെ നിൽക്കുകയാണ്. മുഹാജിറുകളായ ആളുകളെയും വിളിച്ചു. ഇവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം അള്ളാഹുവിൻ്റെ റസൂലിനറിയാം. അതുകൊണ്ട് തന്നെ ഈ മുഹാജിറുകളിൽപ്പെട്ട, അഥവാ മക്കയിൽ നിന്ന് നബി തിരുമേനിയുടെ കൂടെ വന്ന ഒരാളെ പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇവരിൽ നിന്ന് ഏറ്റവും അനുയോജ്യനായ മറ്റൊരാളുടെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു. സംഭവം മനസ്സിലായില്ലേ? അബൂബക്കർ റളിയല്ലാഹു പിടിച്ചിട്ട്, ഇനി മുതൽ ഇയാൾ നിങ്ങളുടെ സംരക്ഷണത്തിലാണ്, നിങ്ങൾ നോക്കണം, നിങ്ങൾ മൂപ്പർക്കുള്ള വീട് കൊടുക്കണം, നിങ്ങൾ മൂപ്പർക്കുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഉമർ റളിയല്ലാഹു പിടിച്ചിട്ട് ഇന്ന ആൾക്ക്, ഉസ്മാൻ റളിയല്ലാഹു പിടിച്ചിട്ട് ഇന്ന ആൾക്ക്. അതോടെ എന്തായി? എല്ലാവർക്കും ജോലിയായി, എല്ലാവർക്കും വീടായി, എല്ലാവർക്കും സൗകര്യമായി. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ. ആരാ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് സഅദ് ഇബ്നു റബീഅ എന്ന് പറയുന്ന സ്വഹാബിക്കായിരുന്നു. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. അബ്ദുറഹ്മാനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, കിട്ടിയത് നിങ്ങളെ കിട്ടിയതിൻ്റെ മഹാഭാഗ്യം. ഞാൻ ഈ മദീനയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ്. ഇനി മുതൽ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. എന്താ കാര്യം? എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി നിങ്ങൾക്കാണ്, എൻ്റെ വീടിൻ്റെ പകുതി നിങ്ങൾക്കാണ്. എന്താ വർത്തമാനം? എൻ്റെ എല്ലാം ഇനി നിങ്ങൾക്കാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ട് ഒരു ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു. അത്ര വരെ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, അല്ലേ? ഇന്നും ലോകം നിലനിൽക്കുന്നത് ഈ നന്മയെ പകർത്തിയിട്ടാണ്. 70-ലും 65-ലും 72-ലും ഒക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടോയെന്നറിയില്ല. ഞാനൊക്കെ സേവനം ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഗൾഫിലേക്ക് പോയ ആളുകൾ പറയാറുണ്ട്, കടലിൽ ഉരുവിൽ നിന്ന് കടലിൽ ചാടിയിട്ട് അങ്ങനെ നീന്തിപ്പോയി ആ നാട്ടിലേക്ക് എത്തുമ്പോൾ അറബികൾ വന്ന് സ്വീകരിച്ച് ഈത്തപ്പഴങ്ങൾ കൊടുത്ത്, ചായ കൊടുത്ത്,
അവിടെ നിന്ന് പിന്നെ പാസ്പോർട്ടും ഇല്ല, വസ്ത്രമില്ല, ഏതെങ്കിലും ആളുകളെ കണ്ടെത്തിയാൽ ഈ പറയുന്നത് പോലെ കൊണ്ടുപോയിട്ട് എല്ലാം കൊടുത്തിട്ട് വലുതാക്കിയത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഈ മദീനയിലെ അങ്ങാടി ഒന്ന് കാണിച്ചു തരുമോ? അങ്ങാടി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങാടിയിൽ അദ്ദേഹം കച്ചവടം തുടങ്ങി. അദ്ദേഹം പാൽക്കട്ടിയും വെണ്ണയും വിൽപ്പന നടത്തി, കച്ചവടം നടത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം വളർന്നു, വലിയ വലിയ കച്ചവടമായി മാറി. ഷോപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. ഷാമിൽ നിന്ന് ധാന്യങ്ങൾ വരാൻ തുടങ്ങി. മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്ക് അങ്ങാടിയിലെ വലിയ കച്ചവടക്കാരനായി അബ്ദുറഹ്മാൻ മാറുകയാണ്. പക്ഷേ ആ കച്ചവടം കൊണ്ടെന്ത് ഗുണമുണ്ടായി? മുസ്ലിങ്ങളിലെ പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ, രാജ്യത്തിന് മുന്നേറാൻ, സൈനിക സഹായം നൽകാൻ, സൈന്യത്തിന് ഭക്ഷണം നൽകാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പണം ഉപകാരപ്പെട്ടു. ഒരിക്കലും ആ പണം ഉപയോഗിച്ച് ഭൗതികമായ ഒരു ലാഭവും നേടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ആളുകളിൽ നിന്ന് ഒരാളെ നിങ്ങൾ ഖലീഫയാക്കണം. ആരെ? ഒന്നുകിൽ അലി റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ, ഇങ്ങനെ കുറച്ച് ആളുകളെ അങ്ങ് എണ്ണീറ്റ് സ്വഹാബികളോട് പറഞ്ഞു, ഇവരിൽ നിന്ന് ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കി. ഇവരെ മറിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഓടിച്ചെന്നിട്ട് പറഞ്ഞതേ, എൻ്റെ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്, ഞാനതിനില്ല. ഇതാണ് മാതൃക. ഞാനതിനില്ല, എന്നെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവായി ഉസ്മാൻ എന്നവർ ഖലീഫയായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നാട് ഭരിക്കുമ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വയറുവേദന. പടച്ചവനെ, ഞാൻ ഈ രോഗത്തിൽ മരണപ്പെട്ടു പോകുമോ? മഹാനുഭാവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു കാര്യം പറയുകയാണ്, ഞാൻ എങ്ങാനും മരണപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് പകരം, എനിക്ക് ശേഷം ഒന്നുകിൽ ഇന്നയാളെ ഖലീഫയാക്കണം, അലി എന്നവരെ. ഇങ്ങനെ 2-3 ആളുകളെ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ പേരും പറഞ്ഞു. ഇതറിഞ്ഞ ഉടനെ അദ്ദേഹം കച്ചവടം മറ്റൊക്കെ ഒഴിവാക്കി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പോയിട്ട് ആ പരിശുദ്ധ റൗളയുടെ അടുക്കൽ പോയിട്ട് അള്ളാഹിനോട് ദുആരക്കാണ്, പടച്ചോനെ, ഇതാ ഒരു തവണ എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ റബ്ബേ, ഇവിടെ ഇതാ വീണ്ടും എനിക്ക് നേരെ ഉസ്മാൻ എന്നവർ പറയുന്നു, അല്ലാ, അതുകൊണ്ട് തമ്പുരാനെ, ഈ ഒന്നുകിൽ എനിക്കാ ഭാരം നീ ഏൽപ്പിക്കരുത് റബ്ബേ, അതല്ലെങ്കിൽ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ്, ഉസ്മാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഫാത്താകുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാനത് പറഞ്ഞത് എന്തിനാ? കച്ചവടം ചെയ്യും അവര്, അതൊരു നാടിൻ്റെ വികാസത്തിന് വലിയ കാര്യമായി, വലിയ സഹായമായി. നമ്മളും കച്ചവടം ചെയ്യുന്നവരാണ്, നമ്മളും ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ വഞ്ചിച്ചു കൊണ്ടാകരുത്. ചിലർ കച്ചവടക്കാരാവില്ലേ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാറ് കച്ചവടം ചെയ്യും, ഭൂമി കച്ചവടം ചെയ്യും. വഞ്ചന വേണ്ട. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഹും ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകളിൽ നിന്ന് വല്ലതും വാങ്ങുമ്പോൾ അത് അളവും തൂക്കവുമൊക്കെ നോക്കി പൂർണ്ണമായി വാങ്ങുകയും ജനങ്ങൾക്കത് വിൽപ്പന നടത്തുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ കുറവുകൾ മറച്ചു വെക്കുക. അവരിൽ നിന്ന് എങ്ങനെ കൂടുതൽ പണം നേടാം, എങ്ങനെ അവരെ വഞ്ചിക്കാം, ഈ ഒരു സ്വഭാവമുണ്ടല്ലോ, ഇത് അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, മോഷണം എന്ന് പറയുന്നത് അല്ലാഹു ഏറ്റവും വെറുത്ത കാര്യമാണ്. ഒരാൾ മോഷ്ടിക്കുമ്പോ അല്ലാഹു അവൻ്റെ ഈമാനിനെ അവൻ്റെ തലയുടെ മുകളിലേക്ക് ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ വീടിൽ കിടന്നുറങ്ങുമ്പോൾ വീടിൻ്റെ ഓട് പൊളിച്ചോ വാതിൽ പൊളിച്ചോ അകത്ത് കയറുന്നത് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേറെ ഒരാൾ കാണാതെ വല്ലതും എടുക്കുന്നത്, പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവരുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഗൾഫിലാവട്ടെ നാട്ടിലാവട്ടെ, വിശ്വസ്തയോടെ മുതലാളിമാരേൽപ്പിച്ചു പോകുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂക്ഷ്മതയല്ലാതെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധമല്ലാതെ മറ്റൊന്നും നമ്മെ നയിക്കേണ്ടതില്ല. എനിക്ക് അനുവദിക്കപ്പെടാത്തതൊന്നും ഇതിൽ നിന്ന് ഉപയോഗിക്കുകയില്ല. അത് നമ്മൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം.